അതേപോലെ തന്നെ നാട്ടിൽ ക്ഷാമം വർദ്ധിക്കുമ്പോൾ, മഴ കുറയുമ്പോൾ അതിന് കാരണമാകുന്ന ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യർ അവരുടെ സക്കാത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുമ്പോൾ എന്നാണ്. സക്കാത്ത് കൊടുക്കാതെ കൂട്ടിവെക്കുകയും സാമ്പത്തിക മേഖലയുടെ ശുദ്ധീകരണമായ സക്കാത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ക്ഷാമം വർദ്ധിക്കും, മഴ കുറയും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നിയമങ്ങളല്ലാത്ത വിധിവിലക്കുകൾ കൊണ്ട് വിധിക്കുന്ന, ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പിറകോട്ട് വലിച്ചെറിയുന്ന കാലഘട്ടം വരുമ്പോൾ പല വിധത്തിലുള്ള ശത്രുക്കളെ കൊണ്ട് നാം അവരെ പരീക്ഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്ത് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. നാനാഭാഗത്തു നിന്നും ഒരു ഭക്ഷണത്തളികയിലേക്ക് വിശന്നവരുടെ കൈകൾ നീണ്ടുവരുന്നത് പോലെ ഈ ഉമ്മത്തിന്റെ നേർക്ക് എല്ലാവരും കൂടെ കൊത്തിവലിക്കാൻ അവരുടെ ദ്രംഷ്ടങ്ങൾ നീട്ടുകയാണ്. പല്ലും നഖവും ഉപയോഗിച്ച് അവർ മുന്നിട്ടിറങ്ങുകയാണ്. ആ കാലഘട്ടത്തിൽ എന്തായിരിക്കും ഈ ഉമ്മത്ത്? എണ്ണത്തിൽ കുറവായതുകൊണ്ടായിരിക്കുമോ നബിയെ എന്ന് സഹാബത്ത് അന്ന് സംശയം ചോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ലാ ബൽ ഹും കസീർ. എണ്ണത്തിൽ കുറവൊന്നും ഉണ്ടാവില്ല, അന്ന് ആൾക്കാരൊക്കെ ഒരുപാടുണ്ടാകും, പക്ഷേ അവരിൽ 2 രോഗങ്ങളുണ്ടാകും. അന്നത്തെ ഭൂരിപക്ഷം ജനങ്ങൾക്കും 2 രോഗം ഉണ്ടാവും. അത് രണ്ടും മനോരോഗങ്ങളാണ്. ഒന്ന് ഹുബ്ബുദ് ദുനിയ, ദുന്യാവിനോട് വലിയ ആർത്തി ഉണ്ടാകും. ദുന്യാവ് എങ്ങനെയും വെട്ടിപ്പിടിക്കണം, അതിൽ ഹലാലും ഹറാമും ഒന്നും നോക്കണ്ട. ഇവിടെ ഒരുപാട് അടിച്ചു പൊളിച്ച് ജീവിക്കണം, ഇവിടെ കാശുണ്ടാക്കണം, ഇവിടെ സുഖിക്കണം. അതേത് വഴിയിലൂടെ ആയാലും വിരോധമൊന്നുമില്ല. അങ്ങനെ ദുന്യാവിനോടുള്ള വലിയ ആർത്തി ഒരു കാലഘട്ടത്തിൽ വരും. വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോട് വലിയ പേടി ഉണ്ടാവും. മരിക്കുക എന്ന് കേൾക്കുമ്പോഴേക്ക് ബേജാറാവും. മരണം ചർച്ച ചെയ്യണത് ഇഷ്ടമുണ്ടാവില്ല, മരണത്തെക്കുറിച്ച് പറയണത് പോലും ഇഷ്ടമുണ്ടാവില്ല. കേൾക്കുമ്പോൾ പറയും, നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറയും, അത് പറയില്ലേ എന്ന് പറയും. അങ്ങനെ പറയാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ സ്വന്തം ഇങ്ങനെ ഓർക്കണേ. മരണത്തെ എത്രത്തോളം ഓർക്കുന്നു അത്രയും നമ്മൾ നന്നാവും. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ വീടുകളിലൊക്കെ ചിലപ്പോൾ മരണം ചർച്ച ചെയ്യുമ്പോൾ പറയും, അത് നിങ്ങൾ പറയില്ലേ, എന്തപ്പോൾ അതൊക്കെ പറയണേ? അത് പറയണം എന്നല്ലേ, നല്ലോണം ഓർക്കണം എന്നല്ലേ പറഞ്ഞത്. മനുഷ്യന്റെ ജീവിതത്തിലേക്കൊരു തിരിഞ്ഞുനോട്ടത്തിന് ഏറ്റവും ഉപകരിക്കുന്ന കാര്യമാണ് ദിക്റുൽ മൗത്ത് അധികരിപ്പിക്കുക. എന്നാൽ ലോകത്തിന്റെ അവസാനത്തോട് അടുക്കും തോറും മനുഷ്യരിൽ മരണത്തോടുള്ള വെറുപ്പും പേടിയും കൂടി കൂടി വരുന്നതാണ്. എന്താ? പോകാനുള്ള സംവിധാനമൊന്നും കയ്യിലില്ല, അപ്പൊ അതുകൊണ്ടല്ലേ ഈ പേടി. ആ പേടി ഈമാനിന്റെ പേടിയാണ്. നേരെ മറിച്ച് മരിച്ചു പോകണം എന്ന പേടി ഉണ്ടായിത്തീരുന്നത് ദുന്യാവിന്റെ സുഖങ്ങളൊക്കെയാണ്. പോകല്ലേ എന്ന് ഓർത്തിട്ടുള്ള പേടിയാണ് നമ്മളുടെയൊക്കെ മനസ്സിലുള്ള പേടി. എന്നാൽ മരണത്തെ പേടിയും മരണത്തെ കുറിച്ചുള്ള ബോധമൊക്കെ ശരിക്കും നമുക്ക് വിശ്വാസികൾക്ക് ഉണ്ടാവുക എങ്ങനെയാണ്? മരിക്കണം, അതിൽ യാതൊരു സംശയവുമില്ല, പക്ഷേ പോകുമ്പോൾ എന്താ കൊണ്ടുപോകാനുള്ളത്? അതൊരു പേടി ആവശ്യമാണ്. ആ പേടി കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ വേഗം എന്ത് ചെയ്യും? കാലയെ കൂട്ടി റെഡിയാക്കി വെക്കും. ഇത് നമ്മുടെ മനസ്സിൽ ഓർമ്മിപ്പിക്കാനാണ് നിത്യജീവിതത്തിലെ ഓരോ ദിക്റുകളും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മരണവും ഖബറും പരലോകവും ഒക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ജീവിതം ഓർമ്മിപ്പിച്ചു, മരണം ഓർമ്മിപ്പിച്ചു, ഖബറിൽ നിന്ന് നീറ്റ് മഹ്ശറിലേക്കാണ് പോക്കാണ് ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴും അതന്നെ പറയണേ, ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്സാലിഹീൻ. ഇതിലിപ്പോൾ ഞാനാണ് മരിക്കുകയാണെങ്കിൽ, അപ്പോൾ കണ്ടോ, രാവിലെ നീക്കുമ്പോൾ മുതൽ ഉറങ്ങുമ്പോൾ വരെയുള്ള ദിക്റും ആ ആദ്യത്തെ ദിക്റും അവസാനത്തെ ദിക്റും ഒക്കെ മരണം ഓർമ്മിപ്പിക്കാനാണ്. നമ്മളത് കേവലം ഒരു ചൊല്ലലാണ് ചൊല്ലുന്നവര്, അല്ലാത്തവർ ചൊല്ലൂല്ല. ചൊല്ലുന്നവർ തന്നെയും അർത്ഥം ചിന്തിച്ചുകൊണ്ട് ചൊല്ലണം. അപ്പോഴാണ് നമുക്ക് ഓർമ്മ. രാവിലെ തന്നെ നീക്കുമ്പോൾ മരണവും മഹ്ശറിലേക്ക് എങ്ങനെയാണല്ലോ, ഖബറിന്ന് നീറ്റൊരു പോക്കല്ലേ. അവിടെ അങ്ങനെ തന്നെയാണ്. മരിപ്പിച്ച് കടത്തിയതിന് ശേഷം ജീവിപ്പിക്കുകയാണ്. ഇതൊരു സെമി മരണമാണ് നമ്മുടെ ഉറക്ക്. ആ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ചാണ് നമ്മൾ രാവിലെ പറയുന്നത്. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അവിശ്വാസികളായ ആളുകൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ എല്ലാ വിധത്തിലുമുള്ള വെല്ലുവിളികളും നടത്തിയിട്ടും ആ സമൂഹത്തെ മുൻ സമൂഹങ്ങളെപ്പോലെ മുഴുവനായി അങ്ങ് തകർക്കാത്തത് എന്തേ
എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു പറഞ്ഞതാണ്, നിന്റെ ഉമ്മത്തിനെ മുഴുവനായി നാം എന്ത് ചെയ്യൂല, നശിപ്പിക്കൂല. ഒന്ന്.